الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ നമ്മൾ എടുക്കുന്ന നോമ്പും ഖിയാമുൽ ലൈലുകളും തിലാവത്തുൽ ഖുർആനും അതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ കുറവുകളൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും പരിപൂർണ രൂപത്തിൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റമദാനിൻ്റെ ശേഷിക്കുന്ന ദിനരാത്രങ്ങൾ നന്മകൾ ചെയ്ത് റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഹിജ്റ വർഷം ഏകദേശം 187 വർഷം മരണപ്പെട്ടു പോയ ഫുളൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ഇൽമിന്റെ മേഖലകളിൽ സംഭാവനകൾ ചെയ്യുകയും ഇന്ന് ലോകം കണ്ട പ്രശസ്തരായ പല ഇമാമുമാരുടെയും ഉസ്താദായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ജനിച്ച നാട് ഖുറാസാനാണ്. ഈ ഖുറാസാനിലെ സമർഖന്ദ് എന്ന് പറയുന്ന ഒരു പട്ടണം, ഒരു പ്രദേശം, ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ജനനിബിഡമായ ഒരു പട്ടണത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ യൗവന കാലഘട്ടങ്ങളൊക്കെ ആ ഖുറാസാനിലെ സമർഖന്ദ് എന്ന പട്ടണത്തിലാണ് അദ്ദേഹം ചെലവഴിച്ചത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ ജനങ്ങൾ പേടിക്കുമായിരുന്നു. ഫുളൈലിന്റെ പേര് കേട്ടാൽ അത്ര വലിയ കൊള്ളക്കാരനായിരുന്നു അദ്ദേഹം. ആ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിച്ച് അവരെ പേടിപ്പിച്ച് അതേപോലെ തന്നെ തോന്നിവാസങ്ങളെല്ലാം ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു കാലഘട്ടത്തിൽ, അദ്ദേഹത്തിന്റെ യൗവന കാലഘട്ടത്തിൽ, അദ്ദേഹത്തിന്റെ ഈ തൗബ ചെയ്ത് മടങ്ങാനുണ്ടായ ഒരു കാരണം ഇമാം അദ്ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സിയർ അഅലാമുൻ നുബല എന്ന കിതാബിലും ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ബിദായ എന്ന കിതാബിൽ വിശദീകരിക്കാനായിട്ട് കാണാം. അദ്ദേഹം തന്നെ പറയാണ്, ഈ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ യൗവന കാലഘട്ടത്തിൽ സമർഖന്ദിനെ കിടുകിട വിറപ്പിച്ച ഒരു കൊള്ളക്കാരനും അതേപോലെ അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ ഒരു കാമുകി ഉണ്ടായിരുന്നു, അഷീഖത്ത്. എല്ലാ ദിവസ രാത്രി കാലങ്ങളിൽ ഇദ്ദേഹം ആ കാമുകിയെ കാണാൻ വേണ്ടി പോകും. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം സമർഖന്ദിന്റെ ആ ജനനിബിഡമായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണത്തിലൂടെ തന്റെ കാമുകിയുടെ വീട് ലക്ഷ്യം വെച്ച് അദ്ദേഹം നടന്നു. രാത്രി ആ തിങ്ങിപ്പാർക്കുന്ന വീടുകൾക്കിടയിൽ അദ്ദേഹം ശ്രദ്ധിച്ച ഒരു കാര്യം, രാത്രി സമയത്ത് ഒരു വീട്ടിൽ അവിടെ ആ വിളക്ക് ഇങ്ങനെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ആശ്ചര്യം തോന്നി. ഈ സമയത്ത്, പാതിരാ സമയത്ത് വിളക്ക് കത്തിവെച്ചിട്ട് അവർ വീട്ടുകാർ എന്താ ചെയ്യുന്നതെന്നറിയാൻ അദ്ദേഹം ആ വീട്ടിന്റെ അടുത്തേക്ക് പോയി. ആ സമയത്ത് ആ വീട്ടിൽ ഒരു വൃദ്ധൻ, വയസ്സായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ വളരെ ലോലമായ ശബ്ദത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹം നിസ്കരിക്കുകയായിരുന്നു. ഖിയാമുൽ ലൈൽ നിസ്കരിക്കുകയായിരുന്നു രാത്രി. ഇത് കണ്ടപ്പോ ഈ ഫുളൈൽ ഇബ്നു ഇയാദിന് കുറച്ച് ആശ്ചര്യം തോന്നി, അത്ഭുതം തോന്നി. അദ്ദേഹം വീട്ടിന്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം ഇങ്ങനെ കേട്ടു. സൂറത്തുൽ ഹദീദിന്റെ തുടക്കം മുതൽ ഇങ്ങനെ ഓതി വന്ന് ഏകദേശം 16ാമത്തെ ആയത്തെത്തിയപ്പോ ആ മനുഷ്യൻ, വൃദ്ധനായ മനുഷ്യൻ, കരഞ്ഞുകൊണ്ട് ആ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്തു. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. ഈ ആയത്ത് കേട്ടപ്പോൾ വൃദ്ധൻ ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. ഈ ആയത്ത് കേട്ടപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നുകൂടി കാതോർത്ത് ശ്രദ്ധിച്ചു, എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ വിശ്വാസികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അലം യഅനി ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിന്റെ മുന്നിൽ പേടിച്ച് കീഴൊതുങ്ങാൻ മുഅ്മിനീങ്ങൾക്ക് സമയമായിട്ടില്ലേ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അത് മാത്രമല്ല,
ഈ ചോദ്യം കേട്ടിട്ട് ആ വൃദ്ധനെ വെച്ച് ഇങ്ങനെ കരയാണ്. ഇത് ബാക്കി ഭാഗം നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട അഹ്ലു കിതാബിനെ പോലെ, ജൂതന്മാരെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല. അവരുടെ പ്രത്യേകത എന്താ? ഫതാലത അലൈഹിമുൽ അമദ്, ഒരുപാട് കാലഘട്ടം അള്ളാഹുവിന്റെ ഖുദറാത്തുകൾ നേരിട്ട് കണ്ട് ദുനിയാവിൽ ജീവിച്ച ഒരു സമുദായമാണ് അവർ. പക്ഷെ അവര് ഈ അള്ളാഹുവിന്റെ ഖുദറാത്തുകൾ നേരിട്ട് കണ്ടിട്ട് പോലും അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ ഈമാൻ ഉണ്ടായിരുന്നില്ല. അത് മാത്രല്ല, അവരുടെ ഹൃദയങ്ങൾ കടുത്ത രൂപത്തിൽ ഉറച്ച ഹൃദയങ്ങളുമാണ് എന്നുള്ള ആയത്ത്. ഇത് കേട്ടപ്പോ ഫുളൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്കാണ് ഈ ആയത്ത് വന്നിറങ്ങിയത്. അദ്ദേഹം ഒരൽപ്പം നിന്നു അവിടെ. കാരണം യുവാവാണ്, യൗവനത്തിന്റെ പ്രസരിപ്പുള്ള സമയം. ഈ വൃദ്ധന്റെ ഈ വാക്കുകളും ഈ വൃദ്ധന്റെ ഈ ആയാത്ത് പാരായണവും കേട്ട് അദ്ദേഹത്തിനെ കരയുന്നു കണ്ടിട്ട് ഫുളൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹി അല്പം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഇതാ സമയം അടുത്തിരിക്കുന്നു, മാറണം, നന്നാകണം, തൗബ ചെയ്യണം. എന്നിട്ട് അദ്ദേഹം തന്റെ അശീഖത്തിന്റെ വീട്ടിലേക്ക് പോകാതെ തിരിച്ച് ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് പോയി. ആ ഒഴിഞ്ഞ പ്രദേശത്തേക്ക് മരച്ചുകൊണ്ട് അദ്ദേഹം ഇരുന്ന് രാത്രി നിലാവിന്റെ വെളിച്ചത്തിൽ, ആരുമില്ല. ആ സമയത്താണ് രണ്ട് യാത്രക്കാരെ വഴി സഞ്ചരിക്കുന്നത്. ഫുളൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹി അവരെ ശ്രദ്ധിച്ചപ്പോൾ അതിൽ ഒരാള് മറ്റൊരാളോട് പറയാണ്. ഒരാൾ പറഞ്ഞു, നമുക്കിവിടെ വിശ്രമിച്ചിട്ട് പോകാം, ഇത് അറിയപ്പെട്ട പട്ടണമാണല്ലോ സമർഖന്ദ് എന്ന് പറയുന്ന നാട്, നമുക്കിവിടെ വിശ്രമിച്ച് നാളെ രാവിലെ യാത്ര തുടരാം. അപ്പൊ മറ്റേയാള് പറയാണ്, അത് വേണ്ട, ഇത് ഫുളൈലിന്റെ നാടാണ്, ഇവിടുന്ന് ഒരു കച്ചവടക്കാരും അവരുടെ കച്ചവട വസ്തുക്കളുമായി സുരക്ഷിതമായ അവസ്ഥയിൽ ഈ നാട് മുറിച്ചു കടന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ട് കടക്കണം എന്ന് പറഞ്ഞ അദ്ദേഹം അവർ യാത്ര ചെയ്യും. ഈ വാക്കും കൂടി ഫുളൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹിലേക്ക് കേൾക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിന് വല്ലാത്ത പ്രയാസം ഉണ്ടായി. അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി ചെന്ന് തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറായി. ഇന്ന് ലോകം കണ്ട ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ഇൽമിയായ സംഭാവനകൾ നൽകിയ ഖിയാമത്ത് നാൾ വരെ സ്മരിക്കപ്പെടുന്ന ആബിദുൽ ഹറമൈൻ എന്ന പേരിൽ അറിയപ്പെട്ട ഇസ്ലാമിക പണ്ഡിതനായി അദ്ദേഹം മാറി. ഫുളൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെ മഹത്വം തിരിച്ചറിയണമെങ്കിൽ അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ സമർഖന്ദിൽ നിന്ന് താമസം മാറി മക്കത്തേക്ക് വന്നു. മക്കയിൽ അദ്ദേഹത്തിന്റെ ഇൽമ് പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അവസാനം മക്കത്ത് തന്നെ മരണപ്പെടുകയും അവിടുത്തെ മക്കയിലെ ഖബർസ്ഥാനായ മഖ്ബറത്തുൽ മുഅല്ല എന്ന ഖബർസ്ഥാൻ അദ്ദേഹത്തെ മറമാടുകയും ചെയ്തു. ഖദീജ റളിയല്ലാഹു അൻഹ പോലെയുള്ള പ്രഗത്ഭന്മാരായ സഹാബാക്കളും മറ്റുള്ളവരും അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടുത്തെ മുഅല്ല എന്ന് പറയുന്ന ഖബർസ്ഥാനിൽ അദ്ദേഹത്തെ മറമാടുകയും ചെയ്തു. ഇതാണ് ചരിത്രം. ഇദ്ദേഹത്തിന്റെ പാണ്ഡിത്യം തിരിച്ചറിയണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ സംബന്ധിച്ച് പഠിച്ചാൽ മതി. ഈ ഫുളൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹി ശിഷ്യന്മാർ ഏറ്റവും പ്രധാനികളാണ് അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ സുഫിയാൻ ബിൻ ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി. അവരൊക്കെ ലോകം കണ്ട ഹദീസിന്റെ പണ്ഡിതന്മാരാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഹാറൂൻ റഷീദിന്റെ കാലഘട്ടത്തിൽ ഒരു സിന്ദീഖിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. സിന്ദീഖ് എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദി, ദീനിന്ന് പുറത്തുപോയാണ്. അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. തൂക്കുമരത്തിലേക്ക് ഏറ്റുന്ന സമയം ഹാറൂൻ റഷീദിന്റെ പട്ടാളക്കാരോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നത് കൊണ്ട് ഞാൻ ചെയ്തു വെച്ച പണികൾ ഇല്ലാതാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കൂല. കാരണം ഞാൻ 1000-ഓളം ഹദീസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുണ്ട്, കള്ള ഹദീസുകൾ ഞാൻ റസൂലുള്ളാഹിയുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഹാറൂൻ റഷീദ് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞ വാക്ക്, നീയല്ല, നിന്നെ പോലെ 1000 പേര് വന്ന് 10,000-കണക്കിന് ഹദീസുകൾ ഉണ്ടാക്കിയാലും ആ ഹദീസുകളെ പരിശോധിക്കാനും അതിന് നെല്ലും പതിരും വേർതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അബ്ദുല്ലാഹ് ബിൻ മുബാറക്കിനെ പോലെയുള്ള പണ്ഡിതന്മാരെ ഈ ലോകത്ത് നിയോഗിച്ചിട്ടുള്ളതെന്ന് ഹാറൂൻ റഷീദ് പറയുകയുണ്ടായി. അത്ര അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാരുടെ ഉസ്താദാണ് ഫുളൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഞാൻ പറഞ്ഞു വന്നത്, ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത്ര തോന്നിവാസിയായ ജീവിച്ച ഈ മനുഷ്യനെ ഇന്ന് ഖിയാമത്ത് നാൾ വരെ സ്മരിക്കപ്പെടുന്ന ഒരു മഹാവ്യക്തിയാക്കി മാറ്റിയത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത്. പ്രിയമുള്ളവർ, അതേ ഖുർആനാണ് നമ്മുടെ കൈകളിലും ഇന്നുള്ളത് എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമദാനിൽ ഖുർആൻ അവതരിച്ച, ഖുർആൻ ഇറങ്ങി എന്ന് പറയപ്പെടുന്ന ഈ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ശഹ്റു റമദാന അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ പരിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതാണ്. ഈ ജനങ്ങൾക്ക് സത്യാസത്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. ആ ഖുർആനാണ് പ്രിയമുള്ളവരെ ഇന്നും നമ്മുടെ കൈകളിലുള്ളത്. എന്താ ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ?
ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഹദീഫിന്റെയോ അല്ലെങ്കിൽ ഫിഖഹിന്റെയോ കിതാബുകളെ പോലെ ഒരു കിതാബാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അല്ല. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് നിന്റെ റബ്ബ് നിന്നോട് സംസാരിക്കുന്ന റബ്ബിന്റെ വാക്കുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം, ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ വഹി വരുന്ന സമയം അള്ളാഹു ജിബ്രീലിന് ഓതിക്കൊടുക്കും. ആ ശബ്ദം ആകാശവാസികളെ പ്രഗൽഭനം കൊള്ളിക്കുന്ന ശബ്ദമായിരിക്കും. വലിയ പാറക്കല്ലിൽ വലിയ ചെങ്ങലയിട്ട് അടിക്കുന്ന ശബ്ദം ഉണ്ടാകും. ഈ ശബ്ദം കേട്ടിട്ട് മലക്കുകൾ ബോധം കെട്ട് വീഴും. എന്നിട്ട് ജിബ്രീൽ ആ ആയത്തുമായിട്ട് ഓരോ ആകാശം കടക്കുമ്പോഴും ഓരോ മലക്കുകൾ ചോദിക്കും, മാദാ ഖാല റബ്ബുക്കും. ഇത് പരിശുദ്ധ ഖുർആന്റെ ആയത്താണ്. അല്ലാഹു പറയാണ്, ഓരോ മലക്കളും ജിബ്രീലിനോട് ചോദിക്കും, മാദാ ഖാല റബ്ബുക്കും, എന്താണ് നിന്റെ റബ്ബ് പറഞ്ഞത് എന്ന്. പേടിച്ചിട്ട് അവർ ബോധം കെട്ട് വീണു മലക്കുകൾ. ആ മലക്കൾ ബോധം വന്ന ശേഷം ചോദിക്കാൻ ജിബ്രീലിനോട്, എന്താ നിന്റെ റബ്ബ് പറഞ്ഞത്? റബ്ബ് പറഞ്ഞത് ഹഖാണ്. ആ ഹക്കായ റബ്ബിന്റെ കലാമാണ് പ്രിയമുള്ളവരെ നമ്മുടെ കൈകളിലുള്ള ഖുർആൻ എന്ന് പറയുന്നത്. അത് ഷെൽഫിൽ അലങ്കാരത്തിന് വെക്കാനുള്ള ഒന്നല്ല, മറിച്ച് ഒരു മദ്രസയിലെ പാഠക പുസ്തകം പോലെ പഠിപ്പിച്ച് തീർക്കാനുള്ള ഒന്നല്ല, മറിച്ച് മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ ജീവിത സംഹിത രേഖകൾ അടങ്ങിയിട്ടുള്ള ഒരു ജീവിത രേഖയാണ് പരിശുദ്ധ ഖുർആൻ. അത് അള്ളാഹു നിന്നോട് സംസാരിക്കുന്ന റബ്ബിന്റെ വാക്കുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് സൂറത്തുൽ ഹശ്റിലെ ഒരു ആയത്ത് ഓതി സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ഈ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പർവ്വതത്തിന്റെ മേലെയാണ് ഇറക്കിയതെങ്കിൽ അള്ളാഹുവിന്റെ പേടി കാരണം ആ പർവ്വതം പൊട്ടി തകർന്ന് തരിപ്പടമാകുമെന്ന് അള്ളാഹു ഖുർആൻ വിശദീകരിക്കുക. അത്ര പവറുള്ള സാധനം ഖുർആനാണ് നമ്മുടെ കൈകളിൽ നിന്നുള്ളത്. നമ്മള് ഈ പരിശുദ്ധ റമദാനിൽ ആ ഖുർആൻ എത്ര കണ്ട് ഓതി, എത്ര പഠിച്ചു, ആ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ എത്ര പരിവർത്തനം സൃഷ്ടിച്ചു, എത്ര മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് നമ്മൾ ചിന്തിക്കേണ്ട മാസം കൂടിയാണ് പരിശുദ്ധ റമദാൻ. നമ്മൾ ഒരുപാട് ഖത്ം ഓതാറുണ്ട് റമദാനിൽ. അത് ഓതണം, അനിവാര്യമാണ്. ഒരു താബിഈ പണ്ഡിതൻ മരണപ്പെടാൻ കിടക്കുന്ന സമയത്ത് തന്റെ മകനെ വിളിച്ചുകൊണ്ടൊരു വസിയത്ത് കൊടുത്തു. ആ വസിയത്തിൽ ആ ഉപ്പ പറഞ്ഞത് മകനോട്, മോനെ, എന്റെ കാലശേഷം എന്റെ ഈ വീട് നിന്റെ സ്വത്താണ്. ഞാൻ ഈ കിടന്ന റൂമും കട്ടിലും നിനക്കുള്ളതാണ്. എന്റെ കാലശേഷം നീ ആയിരിക്കും ഇവിടെ ജീവിക്കുക. അതുകൊണ്ട് മോനെ, ഈ റൂമിൽ വെച്ച് നീ അള്ളാഹിനെ ധിക്കരിക്കാൻ പാടില്ല, തോന്നിവാസങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം ഈ റൂമിൽ ഞാൻ 12,000 പ്രാവശ്യം എന്റെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതി പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ മകനോട്. നമ്മൾ ഈ സംഭവമൊക്കെ നമ്മൾ വെച്ച് നമ്മുടെ ജീവിതവുമായി ഒന്ന് ബന്ധപ്പെടുത്തി നോക്കുക. നമ്മൾ എത്ര കണ്ട് പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധമുണ്ട്, എത്ര പരിശുദ്ധ ഖുർആൻ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ 60ഉം 50ഉം അതുപോലെ തന്നെ 70ഉം വയസ്സായി നിൽക്കുന്ന നമ്മളോട് പരിശുദ്ധ ഖുർആൻ ഇത്രയും കാലം ഓതുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് അതിലൊരായത്തെങ്കിൽ നമ്മുടെ മനസ്സിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാനിൽ ഒന്ന് ചോദ്യം ചെയ്യണം. നമ്മുടെ സ്വന്തത്തൊന്ന് വിലയിരുത്തണം. എല്ലാം പഠിക്കുന്നു, എല്ലാം മനസ്സിലാക്കുന്നു, ദുനിയാവിന്റെ ഓരോ കാര്യങ്ങളും ഒന്ന് തിരിച്ചറിയുന്നു, അത് മനസ്സിലാക്കുന്ന കഴിവും ബുദ്ധിയും പ്രാപ്തിയും നമുക്കുണ്ട്. എന്നിട്ടും പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്തെങ്കിലും നമ്മുടെ മനസ്സിന് സ്വാധീനം ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ എത്രത്തോളം നമ്മുടെ ഹൃദയം കാഠിന്യമായി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആന്റെ പ്രത്യേകതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്ന ആള് അവർ അള്ളാഹുവിന്റെ പരിശുദ്ധന്മാരായ മലക്കുകളുടെ കൂടെയായിരിക്കും അവരുടെ സ്ഥാനം. ദുനിയാവില് ഖുർആൻ നല്ല രൂപത്തിൽ പാരായണം ചെയ്യുന്ന ഒരാള് അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ മലക്കുകളുടെ കൂടെയായിരിക്കും അവരുണ്ടാകുക. പിന്നെ അതല്ല, നേരാണെന്ന് ഓതാൻ അറിയില്ല, തെറ്റിയും പ്രയാസപ്പെട്ടുമാണ് ഖുർആൻ പാരായണം ചെയ്യുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാൾക്ക് 2 കൂലിയാണ്. ഒന്ന് ഖുർആൻ ഓതിയ കൂലിയും, 2 പ്രയാസപ്പെട്ടതിന്റെ കൂലിയും. അത്രയും പോരിശ പറയപ്പെട്ട ഒരു അമലാണ് പരിശുദ്ധ ഖുർആന്റെ പാരായണം. ഇത് കേവലം ഒരു ചടങ്ങ് തീർക്കലല്ല. വേറെ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പരിശുദ്ധ ഖുർആൻ നിങ്ങൾ എത്ര കണ്ട് പാരായണം ചെയ്യുന്നുവോ അത്രയും ആ ഖുർആൻ നാളെ പരലോകത്ത് വന്ന് നിങ്ങൾക്ക് ശുപാർശ പറയും, നിങ്ങൾക്ക് ശഫാഅത്ത് പറയും റബ്ബിന്റെ മുന്നിൽ എന്ന് റസൂൽ പറഞ്ഞു. ഈ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ ഒരു ഹർഫ് ഓതിയാൽ 10 കൂലിയാണ്. ഒരു ഹർഫ് ഓതിയാൽ 10 കൂലിയാണ്. റമദാനിനാണെങ്കിൽ ആ 10 അതിന്റെ ഇരട്ടിയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് അതിനേക്കാൾ ഇരട്ടിയായിട്ട് കൊടുക്കും.
ഒരു ഹർഫ് പാരായണം ചെയ്ത റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അലിഫ്ലാമീൻ എന്ന് പറയുന്നത് അത് ഒരു ഹർഫല്ല, മറിച്ച് അലിഫ് ഒന്ന്, ലാം ഒന്ന്, മീം ഒന്ന്, അങ്ങനെ ഓരോ അക്ഷരങ്ങളാണ്. അപ്പൊ അത് ഈ അലിഫ്ലാമീൻ മാത്രം ഓതിയാൽ തന്നെ എത്ര കൂലി നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഈ മാസം പരിശുദ്ധ ഖുർആനുമായി ഒരു ആത്മബന്ധം നമ്മൾ ഉണ്ടാക്കണം. എങ്ങനെ ആത്മബന്ധം ഉണ്ടാക്കുക? ഖുർആൻ എടുത്ത് നടന്നോണ്ടായില്ല, ഞാൻ ഖുർആന്റെ ആളാണെന്ന് പറഞ്ഞത് കൊണ്ടുമായില്ല, മറിച്ച് ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഖുൽഖുഹു അൽ ഖുർആൻ, റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു. അപ്പൊ ഖുർആനിന്റെ നടക്കുന്ന രൂപമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കണം. അത് സാധിക്കാതൊന്നുമില്ല. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ സഹാബാക്കളുടെ ചരിത്രം ഒന്ന് പഠിക്കണം. ഒരു കാലഘട്ടത്തിൽ അറേബ്യൻ ഭൂഖണ്ഡത്തിൽ ജസീറത്തുൽ അറബിൽ ജീവിച്ച നാടോടി അറബികൾ, അക്ഷരവിദ്യാഭ്യാസം ഇല്ലാത്തവർ, അതേപോലെ തന്നെ മരുഭൂമിയിൽ ആടിനെയും ഒട്ടകത്തെയും മേയിച്ച് നടന്നവർ, ഒരു സംസ്കാരവും അറിയാത്ത ഒരു ജനവിഭാഗം. ആ ജനവിഭാഗം ഒരു രാജാവും ഭരിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ഖൗം. അത്ര മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ അറബികളുടെ ഒരു വിശദീകരണം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് അൽ ബിദായ വന്നിഹായ എന്ന ചരിത്ര കിതാബിൽ അറബികളുടെ ഇസ്ലാമിന് മുമ്പുള്ള അവസ്ഥയെ സംബന്ധിച്ച്, ജാഹിലിയത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം അത് വിശദീകരിക്കുന്നത്, ഒരു രാജാവും ഭരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാലഘട്ടമായിരുന്നു, ഒരു സമുദായമായിരുന്നു അവർ എന്ന് മാത്രമല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം അവർ യുദ്ധം ചെയ്യും. ചരിത്രകാരന്മാർ ആ കാലഘട്ടത്തെ സംബന്ധിച്ച് ചരിത്രത്തിൽ പറഞ്ഞ ഡാർക്ക് ഏജ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇരുണ്ട യുഗം, കറുത്ത യുഗം എന്നൊക്കെ അർത്ഥം വരുന്ന രൂപത്തിലാണ് അവർ വിശേഷിപ്പിച്ചത്. ആ കാലഘട്ടത്തിൽ ജീവിച്ച അറബികൾക്കിടയിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളുമായിട്ട് കടന്നു വരുന്നത്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിയിലേക്ക് വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നലെ രാത്രി നിങ്ങൾക്ക് ഒരു ആയത്ത് അവതരിച്ചതായിട്ട് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്ന് പറയുന്ന ആയത്ത്, സൂറത്തു ആലി ഇംറാന്റെ ഒരു ആയത്ത്. ആ ആയത്തിന്റെ പ്രത്യേകത, അള്ളാഹു അതിൽ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വസ്തു അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തിടത്തോളം നിങ്ങൾക്ക് ഖൈറ് കിട്ടൂല, നന്മ ലഭിക്കൂല എന്നാണ്. ഈ ആയത്ത് കേട്ടിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു റസൂലിന്റെ സദസ്സിൽ വന്നിട്ട് പറഞ്ഞു, റസൂലെ, ഇന്നീ മദീനയിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ളതും ജനങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്ന എന്റെ ഈ തോട്ടം, ബൈറുഹ എന്ന് പറയുന്ന ഒരു തോട്ടം, ഈത്തപ്പഴത്തിന്റെ തോട്ടം, ആ തോട്ടത്തിന്റെ പ്രത്യേകത, മസ്ജിദ് നബവിയുടെ മിഹ്റാബിൽ ഇരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈത്തപ്പനത്തോട്ടത്തിന്റെ ഈത്തപ്പന നാരുകൾക്കിടയിലൂടെ ഉഹദ് മല നോക്കിയിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, ഹാദാ ജബലുൻ യുഹിബ്ബുനാ വ യുഹിബ്ബുനി, ഈ പർവ്വതത്തെ ഞാനും ഇഷ്ടപ്പെടുന്നു, ആ പർവ്വതം എന്നെയും ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽ പറയുമായിരുന്നു. അത്ര പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു ആ തോട്ടം. റസൂലുള്ളാഹി തങ്ങൾ ചില ദിവസങ്ങളിൽ വൈകുന്നേരം ആ തോട്ടത്തിൽ വന്നിരുന്ന് കാറ്റുകൊണ്ടുമായിരുന്നു. ആ തോട്ടത്തിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, ഈ പേരപ്പെട്ട സഹാബാക്കളൊക്കെ സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത അറിയിച്ചതും ആ തോട്ടത്തിൽ ഇരുന്നു കൊണ്ടാണ്. അത്ര ചരിത്ര പ്രസിദ്ധമായ പ്രകൃതി ഭംഗിയാൽ അലങ്കരിക്കപ്പെട്ട തോട്ടമാണ്. മദീനയിൽ ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം കായ്ക്കുന്ന തോട്ടവും അതാണ്. ആ തോട്ടം റസൂലെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുകയാണ്. അദ്ദേഹം അത് അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തു. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ കുടുംബത്തിലെ ദരിദ്രന്മാരായ നിന്റെ അടുത്ത കുടുംബക്കാർക്ക് നീ അത് ഓഹരിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹി കൽപ്പിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഈ അറബികൾ മറ്റൊരാളുടെ ഒട്ടകം എന്റെ തോട്ടത്തിലേക്ക് കയറി എന്നതിന്റെ പേരിൽ വർഷങ്ങളോളം അവർ യുദ്ധം ചെയ്യുമായിരുന്നു. പെണ്ണുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുമായിരുന്നു ഇതിന്റെ പേരിൽ മാത്രം. അത്ര മോശപ്പെട്ട സ്വഭാവത്തിന്റെ ഉടമകളായ ഇവർ, ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ജീവിച്ച ഇവർ, ഇന്ന് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് ഒന്നാം മാർഗത്തിൽ കൊടുക്കാൻ അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ അവരുടെ മനസ്സിൽ തീർത്ത പരിവർത്തനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, അത്തരത്തിലുള്ളവർക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ
തീർച്ചയായും നമുക്ക് മാറാൻ സാധ്യമാണ് പരിശുദ്ധ ഖുർആനിലൂടെ. പ്രത്യേകിച്ചും ഈ ഖുർആനിന്റെ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഖുർആനിന്റെ മാസം അത് ഖുർആന്റെ മാസമായിട്ട് നമ്മൾ കാണുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക, അതിനുവേണ്ടി സമയം കൊടുക്കുക. ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്, നിങ്ങൾക്ക് ഖുർആൻ നോക്കി ഓതാൻ അറിയുന്നില്ല എങ്കിൽ ആ ഖുർആൻ എടുത്തിട്ട് വുളൂ ചെയ്ത് വന്ന ഖുർആൻ എടുത്ത് ഓരോ പേജ് നോക്കിയിട്ടെങ്കിലും നിങ്ങൾ തീർക്കുക. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഒരു പക്ഷേ അടുത്ത റമദാൻ വരുമ്പോഴേക്കെങ്കിലും ഖുർആൻ നോക്കി ഓതാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നമ്മളതിന് സമയം കൊടുക്കണം. നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നു, ഭൗതികപരമായി നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നു. ഭൗതികമായ ഇൽമ നേടാൻ നമ്മൾ പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുന്നു. എന്തിനാ? ഭൗതിക വിദ്യാഭ്യാസം എവിടം വരെ? ഖബർ വരെ. ഖബറിന് അങ്ങോട്ട് ഒരിക്കലും ഉപകാരപ്പെടൂല. ഖബർ വരെ മാത്രം ഉപകാരപ്പെടുന്ന ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ഖബറിന് അങ്ങോട്ട് ഉപകാരപ്പെടുന്ന പരിശുദ്ധ ഖുർആന്റെ ഇൽമിന് വേണ്ടി, ഖുർആന് വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ ഒരു സമയം നമ്മൾ കണ്ടെത്തണം. പ്രത്യേകിച്ചും ഈ പരിശുദ്ധ റമദാനിൽ അത് പാരായണം ചെയ്യാനും അത് പഠിക്കാനും അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനും. എന്നിട്ട് നമ്മൾ ഖുർആന്റെ ആൾക്കാരാകണം. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം, ഈ ഖുർആനിൽ പറയപ്പെട്ട കാര്യങ്ങൾ അത് എന്റെ റബ്ബ് എന്നോട് സംസാരിച്ചതാണെന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്നിട്ട് ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. എന്നിട്ട് ആരെങ്കിലും ചോദിച്ചാൽ ഇതെന്റെ ഖുർആനിൽ എന്നോട് എന്റെ റബ്ബ് പറഞ്ഞതാണെന്ന് പറയാനുള്ള ചെങ്കൂറ്റം നമുക്കുണ്ടാകണം. അത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. ഓതാനും അതേപോലെ അർത്ഥങ്ങളും ആശയങ്ങളും ആ ഖുർആനിന്റെ ആയാത്തുകൾ പറയപ്പെട്ട അഹ്കാമുകളും നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ്. ഇതാണ് പരിശുദ്ധ ഖുർആനോട് നമ്മൾ കാണിക്കേണ്ട ബാധ്യതകൾ. ഇങ്ങനെ കാണിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ ദുനിയാവിൽ നിങ്ങളെക്കാൾ ഉത്തമന്മാരായ, നിങ്ങളെക്കാൾ ഖൈറുള്ള ഒരാളും ദുനിയാവിൽ ഈ ആകാശത്തിന്റെ ചുവട്ടിൽ ഉണ്ടാകൂല. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ, നല്ലവൻ എന്ന് പറയുന്നത് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഈ ഖുർആന്റെ മറ്റൊരു പ്രത്യേകത, ഖുർആനുമായി ബന്ധപ്പെട്ടതെല്ലാം ഖൈറുള്ളതാണ്. ഒന്ന്, പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസം റമദാൻ, അതിന് പവിത്രതയുണ്ട്, മഹത്വമുണ്ട്. ഇറക്കപ്പെട്ട വ്യക്തി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ അടുക്കൽ റസൂലിനേക്കാൾ മറ്റൊരു സ്ഥാനം വേറെ ആർക്കും ഇല്ല. ഇത് കൊണ്ടുവന്ന വ്യക്തി ജിബിരീൽ അള്ളാഹിന്റെ അടുക്കൽ മുഖറബായ മലക്കാണ്. ഇത് ഇറങ്ങിയ ദിവസം റമദാനിന്റെ ഒറ്റയിട്ട രാത്രി, ലൈലത്തുൽ ഖദ്റിന്റെ അന്ന്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ദിവസമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും പോരിശയാക്കപ്പെട്ട ഈ പരിശുദ്ധ ഖുർആനിന്റെ ആൾക്കാരായി പ്രിയമുള്ളവരെ നമ്മൾ മാറുക. അതിന് ഈ റമദാൻ നമ്മളൊരു കാരണമാക്കുക. കാരണം ഈ റമദാനാണ് അവതരിച്ചത്. ഈ മാസത്തിൽ തന്നെ നമ്മൾ ഖുർആനിന്റെ ആൾക്കാരായിട്ട് മാറുക. അത് പഠിക്കാനും അത് പാരായണം ചെയ്യാനും അതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ പരലോകത്തേക്ക് ചെല്ലുമ്പോൾ ഈ പരിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷ്യം പറയുന്ന നല്ലവരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.